ഗാസയിലെ 2.3 ദശലക്ഷം നിവാസികളിൽ പകുതിയോളം കുട്ടികളാണ്. കഴിഞ്ഞ 17 മാസത്തിനിടെ ഇസ്രായേലി ആക്രമണങ്ങളിൽ അവരുടെ വീടുകൾ തകർക്കുകയും സ്കൂളുകൾ നശിപ്പിക്കുകയും അവരുടെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അടിച്ചമർത്തുകയും ചെയ്തിരുന്നു. ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളെക്കാൾ ദുരിതം അനുഭവിക്കുന്നത് രക്ഷപ്പെട്ട കുട്ടികളാണ് എന്നതാണ് സത്യം. ബാല്യത്തിന്റെ മധുരം നുണയാതെ യുദ്ധത്തിന്റെ മുറിവുകളും പേറി ജീവിക്കേണ്ടി വരുന്ന ആ കുട്ടികളുടെ ഭാവി തന്നെ ശൂന്യതയിലേക്കാണ് പോകുന്നത്. ഗാസയിൽ ഓരോ 45 മിനിറ്റിലും ഒരു കുട്ടി വീതം ഇസ്രായേൽ കൊല്ലപ്പെടുത്തുന്നു എന്നതാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ 535 ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി 30 കുട്ടികൾ കൊല്ലപ്പെടുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ കുറഞ്ഞത് 17,400 കുട്ടികളെ കൊന്നിട്ടുണ്ട്. അതിൽ 15,600 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ മിക്കവരും മരിച്ചതായും കരുതപ്പെടുന്നുണ്ട്. അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളുടെ ആഘാതം സഹിച്ചവരാണ്. അവരെല്ലാം ഇസ്രായേലി ഉപരോധത്തിന്റെ അടിച്ചമർത്തൽ നിഴലിൽ ജീവിതം ചെലവഴിച്ചു പോരുന്നു. ജനനം മുതൽ അവരുടെ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളെയും യുദ്ധം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഗാസയുടെ ഭാവിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ ഇതുവരെ ഇല്ലാതാക്കിയത് ഒരു വയസ്സ് തികയാത്ത 825 കുഞ്ഞുങ്ങളെയാണ്. ഒരു വയസ്സുള്ള 895 കുട്ടികൾ, 2 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികളായിരിക്കെ മരിച്ച 3266 പേർ, 6 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള 4032 പേർ, 11നും 14നും ഇടയിൽ പ്രായമുള്ള 3646 പേർ എന്നിവരും സ്വാതന്ത്ര്യത്തെയും ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത ഭാവിയെയും കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അഭയം കണ്ടെത്താൻ പാഞ്ഞു നടന്ന 15നും 17നും ഇടയിൽ പ്രായമുള്ള 2949 പേരും യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഇതിൽ 8899 പേർ ആൺകുട്ടികളും 6714 പേർ പെൺകുട്ടികളുമാണ് എന്നാണ് കണക്കുകൾ. മാർച്ച് 18-ന് ഗാസ ഉടനീളം ഇസ്രായേൽ സൈന്യം നടത്തിയ മാരകമായ ആക്രമണത്തിലും കുറഞ്ഞത് 183 കുട്ടികളെങ്കിലും ഇല്ലാതായിട്ടുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂളുകളും ഗ്രൗണ്ടുകളിലും ഒന്നും എത്താൻ ഗാസയിലെ കുട്ടികളില്ല. ഗാസയിലെ കുട്ടികൾക്ക് മാനുഷിക സഹായം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വഷളാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സേവ് ദി ചിൽഡ്രൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉപരോധത്തിനും നിരന്തരമായ ബോംബാക്രമണത്തിനും ശേഷം ഗാസയിലെ കുട്ടികളുടെ മാനസികാരോഗ്യം തകർന്നടിയുകയാണ്. അക്രമത്തിൽ നിന്ന് അവർക്ക് സങ്കല്പിക്കാനാവാത്ത മാനസികാഘാതം, ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ശാരീരിക പരിക്കുകൾ, കുടുംബങ്ങൾ, വീടുകൾ, അവരുടെ സ്കൂൾ എന്നിവ നഷ്ടപ്പെടുന്നത് എല്ലാം കുട്ടികളെ തളർത്തുന്ന ഒരു കാര്യം തന്നെ. അതുമാത്രമല്ല, ഗാസയിലെ എല്ലാവരും ഇപ്പോൾ ക്ഷാമത്തിന്റെ ഭീഷണിയിലും കൂടിയാണ്. ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലൂടെയോ അതിലും മോശമായതോ ആയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയോ അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത വളരെ പരിമിതമാണ് അവിടെ. ഗർഭിണികൾക്ക് ആവശ്യമായ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ലഭിക്കാത്ത അവസ്ഥ. പോഷകാഹാരം കിട്ടാതെ വളരുന്ന 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതി വളരെ ദുർബലം എന്ന് തന്നെ പറയണം. സേവ് ദി ചിൽഡ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവയൊക്കെയാണ്. അതോടൊപ്പം ഇട്ട വസ്ത്രത്തിൽ വീടുകളിൽ നിന്നും വിട്ടിറങ്ങിപ്പോയവർ ശൈത്യകാലത്തെ നേരിടാൻ ഒട്ടും തയ്യാറല്ല എന്നതും ഒരു ഭീഷണിയാർന്ന കാര്യമാണ്. പ്രദേശത്തെ തണുത്ത താപനില കുട്ടികളുടെ പ്രതിരോധശേഷി ദുർബലപ്പെടുത്തുകയും ന്യൂമോണിയ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് അവരെ ഇടയാക്കുകയും ചെയ്യും എന്നുള്ളതും വെല്ലുവിളിയാണ്. പോളിയോ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നതും ഗാസ നേരിട്ട മറ്റൊരു ദുരന്തമായിരുന്നു. ഉയർന്ന പോഷകാഹാരക്കുറവ് നിരക്ക് കുട്ടികളുടെ അണുബാധയ്ക്ക് കൂടുതൽ ഇരയാക്കിയിരുന്നു. ജലശുചിത്വ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൂടിയാണ് പോളിയോ വൈറസ് വീണ്ടും ഉയർന്നത്. 2025 ഫെബ്രുവരി 22 മുതൽ 26 വരെ ഒരു കൂട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ ഗാസയിൽ നടത്തിയിരുന്നതായി WHO റിപ്പോർട്ട് ചെയ്തിരുന്നു. പോളിയോയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 10 വയസ്സിന് താഴെയുള്ള 5,90,000-ത്തിലധികം കുട്ടികൾ നോവൽ ഓറൽ പോളിയോ വാക്സിൻ നൽകി. ഗാസയിലെ മലിനജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് അടുത്തിടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളിലേക്കും, മുമ്പ് വാക്സിനേഷൻ ലഭിക്കാത്ത കുട്ടികളിലേക്ക് പോലും എത്തിച്ചേരുക, പകർച്ചവ്യാധി അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു ക്യാമ്പയിന്റെ ലക്ഷ്യം. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ക്യാമ്പയിൻ നയിച്ചത്. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി, മറ്റ് പങ്കാളികൾ എന്നിവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ അത്രയൊക്കെ കരുതലോടെ കുഞ്ഞുങ്ങളെ ഭദ്രമാക്കാൻ ശ്രമിച്ചിട്ടും ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ ഇല്ലാതാകുന്നത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ്. വലിയ തോതിൽ പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള വഴികൾ തേടുന്നുണ്ടെന്ന് 2 ഇസ്രായേലി ഉദ്യോഗസ്ഥർ ആക്സിസിയോട് പറഞ്ഞിരുന്നു.
കിഴക്കൻ ആഫ്രിക്കയിലെ 2 ദരിദ്ര സംഘർഷബാധിത രാജ്യങ്ങളായ സൊമാലിയ, ദക്ഷിണ സുഡാൻ എന്നിവയുമായും ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായും ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ടെന്ന് 2 ഇസ്രായേലി ഉദ്യോഗസ്ഥരും ഒരു മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥനും അവകാശപ്പെടുന്നുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് നെതന്യാഹു മൊസാദിന് രഹസ്യ നിയമം നൽകിയതായാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഗാസയിൽ നിന്ന് പലസ്തീനികൾ അടക്കം നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അതേസമയം യുദ്ധം പുനരാരംഭിക്കുകയും പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. ഗാസ കൂടുതൽ കൈവശപ്പെടുത്തുമെന്ന് നെതന്യാഹു മറ്റ് ഇസ്രായേലി രാഷ്ട്രീയക്കാരും വീണ്ടും അവകാശപ്പെടുന്ന അവസ്ഥ. ഗാസയിലെ 90% നിവാസികളും ഇതിനകം തന്നെ യുദ്ധം മൂലം പലായനം ചെയ്തിട്ടുണ്ട്. 50,000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. അതേസമയം പലസ്തീനികൾ അനുഭവിച്ച ഭീകരത വകവയ്ക്കാതെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി എതിർക്കാനാണ് ഹമാസിന്റെ തീരുമാനം. ഗാസയിലെ തദ്ദേശീയ ജനതയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള തന്റെ പദ്ധതി ഫെബ്രുവരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അനാച്ഛാദനം ചെയ്തത്. പദ്ധതി പ്രകാരം പലസ്തീനികളുടെയോ ജോർദാൻ, ഈജിപ്ത് സർക്കാരുകളുടെയോ സമ്മതം പരിഗണിക്കാതെ ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കുക എന്നൊക്കെയാണ് ട്രംപ് പറയുന്ന കാര്യം. ഗാസയിൽ ഇസ്രായേലി വംശഹത്യ ആരംഭിച്ചതു മുതൽ നിലവിലെ ഇസ്രായേലി ഭരണകൂടത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഗാസയുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഗാസയിലെ ജനങ്ങളെ പുറത്താക്കണമെന്ന ആവശ്യം ഇസ്രായേൽ മന്ത്രി ഇദിത് സൽമാൻ അടുത്തിടെ ആവർത്തിച്ച കാര്യമാണ്. ഗാസയ്ക്ക് മുമ്പുള്ള ഏക പരിഹാരം പലസ്തീൻ ജനതയെ ഇല്ലാതാക്കുക എന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഗാസയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള പദ്ധതിയെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സർക്കാരുകളും വ്യാപകമായി അപലപിച്ചിട്ടുണ്ട്. ജർമ്മനി പോലുള്ള ഇസ്രായേലിന്റെ ചില സഖ്യകക്ഷികൾ പോലും ഇതിൽ പെടുന്നുണ്ട്. കൂടാതെ ആ ആവശ്യവുമായി ഗാസയിൽ കാലുകുത്തിയാൽ വിവരമറിയുമെന്നാണ് ഇറാന്റെയും യമന്റെയും ഭീഷണി. ഈ താക്കീത് മറികടന്ന് എന്തായാലും ഇസ്രായേൽ മറ്റൊന്നിനും മുതിരാൻ പോകുന്നില്ല.